ഇത്രയും കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ അധികാരമില്ലാഞ്ഞിട്ടും. അപ്പൊ ഇവർക്ക് അധികാരം നൽകണം, ഇവർക്ക് ഭരണം നൽകണമെന്ന് നിങ്ങളെ ഉത്തേജിപ്പിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനം കൂടി നടക്കും. എൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു ടേബിൾ ബുക്ക് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ മുഴുവനുണ്ട്. അത് പക്ഷേ ഈ ജില്ലയ്ക്ക് പുറത്തുള്ളവരാണ് ആഘോഷിക്കുന്നത്. പരിപാടി തുടങ്ങി വെച്ചിരിക്കുന്നു. നമുക്ക് ഇലക്ഷനിങ് അടുത്ത് വന്നു വയ്ക്കുന്നത് കൊണ്ട് കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള എനിക്ക് കുറ്റപ്പെടുത്താൻ മാത്രമേ സാധിക്കൂ. നിങ്ങൾ എന്തെങ്കിലും വിഷയങ്ങൾ ഉന്നയിച്ചാൽ കോർപ്പറേഷൻ ഭരണം ഇല്ലാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ, സംസ്ഥാന ഭരണമില്ലാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര പദ്ധതികൾ പോലും മുന്നോട്ട് കൊണ്ടുവരുന്നതിൻ്റെ തടസ്സങ്ങൾ നീക്കുന്നതിന് ചില പ്രതി നടപടികൾ സ്വീകരിക്കേണ്ട സമയമാണിത്. ആ നടപടി നിങ്ങളാണ് സ്വീകരിക്കേണ്ടതും. അപ്പം ആ തരത്തിലേക്കൊരു മറുപടി വഴിതിരിച്ച് വിടാത്ത എന്തെങ്കിലും വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ, പക്ഷെ നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ നിവേദനങ്ങളും നിങ്ങളുടെ ആവശ്യങ്ങളെ സംബന്ധിച്ച് അതൊന്നും മറച്ചു വെക്കണ്ട, അത് പറഞ്ഞോളൂ. ഞാൻ മാക്സിമം ഒന്ന് കമ്പോസ്ഡ് ആവാൻ ശ്രമിക്കാം. പക്ഷെ എൻ്റെ മനസ്സ് തുറക്കേണ്ടി വന്നാൽ ഞാൻ എന്താണ് പോംവഴി എന്നുള്ളത് അത് രാഷ്ട്രീയമായാലും ഞാൻ പറയേണ്ടി വരും. അത്രയും തുടങ്ങാം. എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമാണ്. എന്നെ പരിചയപ്പെടുത്താൻ അറിയാം. എന്നെ എല്ലാവർക്കും പ്രസന്ന വേണുഗോപാല്. കുറെ കാലമായിട്ട് ഈ സുരേഷ് ഗോപിജി എന്ന ഈ മോനെ ഒന്ന് കാണാനായിട്ട് ഇങ്ങനെ വെമ്പിലിക്കുമായിരുന്നു ഞങ്ങൾ പിള്ളേരെല്ലാം. പലപ്പോഴും ആ അവസരം ഞങ്ങൾക്ക് പറ്റിയില്ല. ഇന്ന് വിളിച്ച ഉടനെ ഞങ്ങൾ ഓടിയെത്തി. ഇവിടെ ഇവരെല്ലാം വന്ന് ഫ്രണ്ട്സിറ്റൊക്കെ ഞങ്ങൾ പിള്ളേരാണ്. എല്ലാവരും വന്ന് ഇവിടെ ഇരിപ്പുണ്ട്. കണ്ടതിൽ ഒത്തിരി സന്തോഷം. പിന്നെ ഈ ഇദ്ദേഹം പറഞ്ഞ പോലെ പ്രസംഗിക്കാൻ ഒത്തിരി ഉണ്ട് എനിക്ക് പറയാൻ. പക്ഷെ ഇപ്പൊ ഒന്നും വാക്ക് വരുന്നില്ല, കാരണം സമയമില്ല. ഒറ്റ ചോദ്യമുള്ളൂ. സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് നേരിട്ട് ജനങ്ങൾക്ക് കൊടുക്കുന്നതായ ആനുകൂല്യങ്ങൾ അവരിലേക്ക് കൃത്യമായി എത്തിക്കാൻ നമുക്ക് ഞങ്ങളുടെ ഡിവിഷനിൽ 43ാമത്തെ ഡിവിഷനിലെ ആളാണ് ഞാൻ. അവിടെ ഒരു അക്ഷയ കേന്ദ്രം പോലെ സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് എന്ത് ചെയ്യാൻ കഴിയും? ജനങ്ങളിലേക്ക് ഇവിടെ എൻ്റെ അവിടെയുള്ള ജനങ്ങൾ കുറെ ആനക്കല്ലിലേക്ക് അങ്ങനെയൊക്കെ ദൂരേക്ക് പോവുകയാണ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഒരു സെന്റർ നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ ഇവിടെ ഉണ്ട് എങ്കിൽ അവർ കൊടുക്കുന്നതായ ആനുകൂല്യങ്ങളെ ജനങ്ങൾക്ക് അറിയാനും അത് അവർക്ക് കിട്ടാനും ഒരു അവസരമാവില്ല. അത് ഏറ്റവും വലിയൊരു ഗ്രേസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഇതിന് പാർട്ടിക്കുള്ളിൽ തന്നെയാണ്. നമുക്ക് നമ്മുടെ പഞ്ചായത്ത് വാർഡുകളുടെ എണ്ണം നോക്കിയാൽ, പഞ്ചായത്ത് ഭരണത്തിൻ്റെ എണ്ണം നോക്കിയാൽ, ഒരു MP വന്നതിന് ശേഷം പുതുതായി വന്ന സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ കേന്ദ്രത്തിന്റെ ശക്തമായ നിർദ്ദേശപ്രകാരം ജനങ്ങളുമായി ഇതുപോലെയുള്ള ചേച്ചി പറഞ്ഞതുപോലെയുള്ള വിഷയങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന്, അത് അതിന്റെ ആനുകൂല്യങ്ങൾ എത്തിക്കുന്നതിനല്ല, പക്ഷെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് ഒരു ബോധ്യം വരുത്തണം. ഇന്ന വഴികളുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ ഒരു എക്സസൈസിൽ വരുന്ന ടെൻഡറിങ് പ്രോസസ്സസ്, ടെൻഡർ വർക്ക്സ്, ഇതിനെ സംബന്ധിച്ചൊക്കെ ഒരു ടേബിൾ വളരെ കാലികമാക്കിക്കൊണ്ട് ഇന്നലെ അനൗൺസ് ചെയ്ത ഒരു പ്രോജക്റ്റിനെ സംബന്ധിക്കുന്ന അത് ഇന്ന് ടെൻഡറിങ് പ്രോസസ്സിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിലൊക്കെ നമ്മുടെ ഇവിടെയുള്ള പാർട്ടിസിപ്പൻസിനും പങ്കുചേരാൻ പറ്റുന്ന അങ്ങനെ ഒരു അറിവിന്റെ ടേബിൾ പ്രസന്റ് ചെയ്യാൻ വേണ്ടി ഒരു സെല്ല് എല്ലാ ജില്ലാ ഓഫീസുകളിലും തുടങ്ങിയിട്ടുണ്ട്. 2 മാസം എന്നാണ് തുടങ്ങുന്നത്. ജസ്റ്റിന് ആദ്യം ഇവിടെ ഫോണെല്ലാം മാറ്റി എന്നാ തുടങ്ങിയത്? 2 മാസം. അവിടെ എത്തണം. ചെറുപ്പക്കാരായാലും ചെറുപ്പക്കാരികളായാലും അവിടെ എത്തണം. കോഴ്സുകളെ സംബന്ധിച്ച് എവിടെയെല്ലാം ഓപ്പണിങ്സ് ഉണ്ട്, ഇതെല്ലാം ആ സെല്ലിൽ നമുക്ക് ഒരു പ്രാദേശികമായിട്ട് ഇതെല്ലാം സാധ്യമാകുന്നത് നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഒരു കൗൺസിൽ അംഗം വരുന്നതോടുകൂടി ഇത് കൗൺസിൽ അടിസ്ഥാനത്തിൽ നമുക്ക് നടപ്പിലാക്കി. അത് വാഗ്ദാനം തന്നെയാണ്, തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. ഓരോ കൗൺസിലിലും നിങ്ങൾക്ക് ഇതിനുള്ള ഒരു ഇൻഫർമേഷൻ സെന്റർ എന്ന് പറയുന്നത് സാധ്യമാക്കി തരാം നമുക്ക്. പക്ഷെ അങ്ങനെ ഒരു സെന്റർ വരുന്നത് വഴി ഒരു വെർച്വൽ ഹെൽപ്പ് അല്ല, ഒരു റിയൽ ഹെൽപ്പിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ അധികാരസ്ഥാനത്തുണ്ടാവും. അത് വളരെ മുഖ്യമാണ്. അപ്പൊ അതുകൊണ്ട് തൽക്കാലം ഇത് സ്റ്റേറ്റിലെ
പാർട്ടിയുടെ ഓഫീസിൽ മാത്രമാണ് നമുക്ക് അതിനുള്ള സൗകര്യമുള്ളത്. അവിടെ നിന്ന് ഡേറ്റ വേണമെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഒരു ഹാർഡ് കോപ്പിയിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോയി കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാം. ഇതിന് ഞാൻ ചോദിച്ചാൽ കുറ്റപ്പെടുത്തുന്നതല്ല, പാർട്ടിയുടെ കാര്യകർത്താക്കളൊക്കെ ഈ വഴിക്കും ഇപ്പോൾ എൻ്റെ MP ഫണ്ടിൽ നിന്ന് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് മീഡിയ അത് പ്രൊജക്റ്റ് ചെയ്യുന്നില്ല. കേന്ദ്രത്തിന്റെ പണം കൂടി വന്ന് കേന്ദ്രത്തിന്റെ പണം കൊണ്ട് മാത്രം ചെയ്ത കാര്യങ്ങൾ ഇവിടുത്തെ കോർപ്പറേഷനായാലും ഓരോ വാർഡായാലും ഒരു വില്ലേജ് ഓഫീസ് ആയാലും നടപ്പിലാക്കുന്നത് അവർ ഉദ്ഘാടനം ചെയ്യും. അവരവരുടെ പ്രോജക്റ്റായിട്ട് ഇത് അറിയിക്കുന്നു. ഇതിൽ കേന്ദ്രത്തിന്റെ പങ്കാളിത്തം കേരളത്തിന് എത്ര നൽകി എന്ന് പറയുന്നത് ആർക്കും അറിയുന്നില്ല. ഇന്നലെ ഞാൻ ഒരു മീറ്റിങ്ങിന് അതെവിടെയായിരുന്നു, കണ്ണംകുളങ്ങര അല്ലല്ലോ, ആ മുസ്ലിം കുട്ടി വന്ന് സംസാരിച്ച കണ്ണംകുളങ്ങര. അവിടെ ഒരു മുസ്ലിം കുട്ടിയാണ് വന്ന്. ആ കുട്ടീന്ന് ഞാൻ പറഞ്ഞത് അവരുടെ എനിക്ക് പ്രായം അറിയത്തില്ല, എനിക്ക് തോന്നുന്നു വിവാഹിതയായ അമ്മയായ ഒരു കുട്ടിയാണ്. അതെ, ഓ പുറകിൽ കോയമ്പത്തൂർ പഠിക്കുന്നത്. ആ ഓക്കെ, അമ്മയും മോളും ഉണ്ടായിരുന്നു. അവർ പറഞ്ഞതാണ് എന്തൊക്കെയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീം, അതുവഴി എന്തൊക്കെയാണ് കേരളത്തിന് അല്ലെങ്കിൽ തൃശ്ശൂരിന് ലഭിച്ചത്, ഈ കോർപ്പറേഷന് ലഭിച്ചത്, ആരും അറിയുന്നില്ല. ഇതൊരു വലിയ വീഴ്ചയാണ് പാർട്ടിയെ സംബന്ധിച്ച്. പാർട്ടി വീട് തോറും കയറി വോട്ട് ചോദിക്കുന്നത് പോലെ ഈ ഇൻഫർമേഷനും അവിടെ ഇംപ്ലാന്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ഉത്തേജകമാവൂ. ഇത്രയും കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ അധികാരമില്ലാഞ്ഞിട്ടും. അപ്പൊ ഇവർക്ക് അധികാരം നൽകണം, ഇവർക്ക് ഭരണം നൽകണമെന്ന് നിങ്ങളെ ഉത്തേജിപ്പിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനം കൂടി നടക്കും. എൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു ടേബിൾ ബുക്ക് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ മുഴുവനുണ്ട്. അത് പക്ഷേ ഈ ജില്ലയ്ക്ക് പുറത്തുള്ളവരാണ് ആഘോഷിക്കുന്നത്. ഈ ജില്ലയിൽ എത്ര പേരെടുത്ത് അത് എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. എത്ര ഹൈമാസ്റ്റ് കൊടുത്തിട്ടുണ്ട്, എത്ര അങ്കണവാടികൾ ബിൽഡിംഗ് പൂർത്തിയായിട്ടുണ്ട്. ആവണശ്ശേരി പഞ്ചായത്ത് ഭരിക്കുന്ന പഞ്ചായത്ത്, BJP ഭരിക്കുന്ന പഞ്ചായത്തിൽ എന്തുമാത്രം കാര്യങ്ങൾ 2020 മുതൽ ചെയ്തെടുക്കുവാൻ സാധിച്ചു. പുതിയ ഭരണ സമിതി വന്ന് അതിനു മുമ്പും BJP തന്നെയാണ് അന്ന് തുടങ്ങി വെച്ചതാണ്. ദത്തെടുത്ത ഗ്രാമമാണ്. ഓരോ ഗ്രാമവും MP ദത്തെടുക്കണമെന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. BJPയുടെ MP മാരെല്ലാവരും, ഞാൻ 2 റോ, ആദ്യത്തെ കല്ലിയൂരായിരുന്നു. കല്ലിയൂരിൽ ശക്തനായ ഒരു കോൺഗ്രസിന്റെ MP ഉണ്ടായിട്ട് പോലും ആ MP-യുടെ ഹൃദയമെത്താത്ത ആ ദൂരത്തെല്ലാം ഒരു രാജ്യസഭ നോമിനേറ്റഡ് MP-യുടെ പ്രവർത്തനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് കല്ലിയൂരായിരുന്നിട്ടുണ്ട്. ഇവിടെ BJP ഭരിക്കുന്ന ഗ്രാമമായതുകൊണ്ട് അതും ദത്തെടുത്തു. 2ാമത്തെ ടയറിലാണ് അതെടുക്കുന്നത്. 3 വർഷം കഴിഞ്ഞ് അടുത്ത 3 വർഷം. ഇപ്പോ ദത്തെടുക്കേണ്ടതുണ്ട്. അത് ഈ ഇലക്ഷൻ കഴിഞ്ഞ് വരുന്ന മാത്രയിൽ തീർച്ചയായിട്ടും ഒരെണ്ണം ദത്തെടുക്കും. അത് കഴിഞ്ഞ് 2 വർഷം കഴിയുമ്പോൾ അടുത്തതും ദത്തെടുക്കും. അപ്പൊ അവിടെയൊക്കെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് സുഗമമായിരിക്കും. കാരണം പഞ്ചായത്ത് സെക്രട്ടറിമാര് അവരുടെ രാഷ്ട്രീയം കളിക്കാൻ അനുവദിക്കത്തില്ല. ഇത് ഒരു പഞ്ചായത്ത് സംബന്ധിച്ചാലും പഞ്ചായത്ത് ഭരണം കൈയാളുന്ന സെക്രട്ടറിയുടെ രാഷ്ട്രീയം വരെ ഒരു കേന്ദ്രമന്ത്രി സഹിക്കേണ്ടി വരുന്നു എന്നുള്ളതിന് തെളിവുകളുണ്ട്. അപ്പൊ ഈ സംവിധാനത്തിന്റെ കുഴപ്പമാണ്. ഇപ്പൊ ഇന്നും ഇന്നലെയുമായിട്ടും പല പദ്ധതികളും ഉദ്ഘാടനം ചെയ്യേണ്ടി വന്നു. ഇതിന്റെ TS-ഉം AS-ഉം ഒക്കെ തടഞ്ഞു വെച്ച് കൗൺസിലിലെ അംഗങ്ങൾ 6 പേരും പാർട്ടിയിൽ പോയി ബഹളമുണ്ടാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ അത് മെലിഞ്ഞാന്നൊക്കെ സാങ്ഷൻ ചെയ്തു വന്ന പദ്ധതികളാണ്. അത് ജനങ്ങൾ അറിയരുത് എന്ന് പറയും, ഇലക്ഷന് മുമ്പ് അറിയരുത് എന്ന് പറയുന്ന ദുരുദ്ദേശമാണ്. അത് പക്ഷെ മാക്സിമം കവറപ്പ് ചെയ്ത് തെரியപ്പെടുത്തുന്ന രീതിയിൽ ഞാൻ എൻ്റെ അധ്വാനം, എൻ്റെ പ്രചരണമല്ല ഇവിടെ പ്രധാനം. എന്നിട്ടും ഞാൻ പ്രചരണത്തിന് ഉതകുന്ന തരത്തിലുള്ള പ്രചരണ പ്രവർത്തനം ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുറേ ദിവസങ്ങളായി. ഞാൻ എൻ്റെ ഓഫീസിൽ പോയിട്ട് ഒരാഴ്ചക്ക് മേലെ. പ്രധാനമന്ത്രി അനുവദിക്കുന്ന കാര്യമേ ആഴ്ചയിൽ 3 ദിവസം ഓഫീസിലുണ്ടാവണമെന്നാണ്. ഇപ്പം ഏതാണ്ട് 10 ദിവസമാണ് ഞാൻ എൻ്റെ ഓഫീസിൽ പോയിട്ട്. ഞാൻ ഇവിടെ തന്നെ കിടന്ന് ചുറ്റിക്കളിക്കുക. അപ്പൊ അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് പോരാ.
ബൂത്ത് പ്രവർത്തനം നടത്തുന്നതിനകത്ത് ഇലക്ഷൻ മാത്രമല്ല, പാർട്ടിയുടെ വളർച്ച മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ നൽകലുകൾ അതെത്രമാത്രമാണ് കേരളത്തിന് കിട്ടിയിട്ടുള്ളത് എന്ന് പറയുന്നതിന്റെ തെര്യപ്പെടുത്തലും കൂടി ആ പ്രവർത്തനത്തിന്റെ ഭാഗമാക്കേണ്ടത് അവരുടെ ചുമതലയായിരുന്നു. അവരിനിയെങ്കിലും അത് ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അത് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നടത്തുന്ന ഒരു സമ്പ്രദായമാക്കി മാറ്റി. പക്ഷെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ ആ 32 പേര് 1600 വീടിന്